அம்மா, இந்த உலகத்துல இருக்க எல்லா தங்கத்தையும் உனக்கே தரம்மா. ഫുട്ബോളിനെ സ്നേഹിച്ചു തുടങ്ങിയ നാൾ മുതൽ കാതിലേറെ കേട്ടൊരു പേരായിരുന്നു അത്. നേട്ടങ്ങൾ കൊണ്ടും റെക്കോർഡുകൾ കൊണ്ടും ഫുട്ബോളിൻ്റെ ഈറ്റിലിങ്ങളുടെ ഏഴെഴുത്ത് പോലും എത്താൻ കഴിയാത്ത ഇന്ത്യ എന്ന രാജ്യത്ത് ഫുട്ബോൾ എന്ന കായികമുണ്ടെന്ന് ഈ ലോകത്തോട് അഭിമാനത്തോടെ ഉറക്കെ വിളിച്ചു പറയുവാൻ ശക്തി പകർന്നത് അയാളുടെ പേരും പോരാട്ടങ്ങളുമായിരുന്നു. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും എല്ലാം പക്കൽ നിന്നും നിരന്തരം കേട്ട പരിഹാസനങ്ങൾക്കും ഉപദേശങ്ങൾക്കും അവഗണനയ്ക്കും മറുപടിയായി ഇന്ത്യയുടെ നീലക്കുപ്പായത്തിലേക്ക്, ശേഷം ക്രിക്കറ്റിനെ മാത്രം ആരാധിച്ചിരുന്ന ഒരു ജനതയുടെ സിരകളിലേക്ക് ഫുട്ബോളിൻ്റെ ആദ്യ വിത്തുകൂടി പാകുന്നുണ്ട്. നാളിതുവരെ യൂറോപ്യൻ ഫുട്ബോളിൻ്റെ മനോഹാരിത മാത്രം ആസ്വദിച്ചിരുന്ന ജനതയോട് ഇവിടെ ഇന്ത്യയിൽ ഒരു ഫുട്ബോൾ ഉണ്ടെന്നും അതിനെ നയിക്കുവാൻ ഒരു ചൈത്ര്യമുണ്ടെന്ന വിശ്വാസം പകരുന്നുണ്ട്. ഫുട്ബോൾ ലോകം ഒരുപോലെ വാക്കുകൾ കൊണ്ട് പാടിപ്പുകർത്തുന്ന നെയ്മറിനെ പോലെ സ്കില്ലുകളില്ലായിരുന്നിട്ടും, മെസ്സിയെപ്പോലെ സെറ്റ് പീസുകളില്ലായിരുന്നിട്ടും, റൊണോയെപ്പോലെ ഉയരമില്ലായിരുന്നിട്ടും അതേ ഫുട്ബോൾ ലോകത്തിൻ്റെ നെറുകിലേക്ക് ചെന്ന് ഇന്ത്യൻ ഫ്ലാഗിന് നേരെ 130 കോടി ജനങ്ങളുടെ പ്രതിനിധിയായിക്കൊണ്ട് അയാൾ തൻ്റെ പേര് കുറിച്ചു വെക്കുന്നുണ്ട്. நீ எப்படி வாழ போறியோன்னு எனக்கு தெரியாது. ஆனா சாகும்போது இந்த உலகமே மதிக்கிற பெரிய പണക്കാരനാ സാകണം. കളിമികവ് കൊണ്ടും ഫിറ്റ്നസ് കൊണ്ടും അപ്പാടെ തകർന്നു പോകുന്നുവെന്ന് ചരിത്രം കുറിച്ചു വെക്കുമ്പോഴും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഇക്കാലം അത്രയുള്ള പോരാട്ടങ്ങളുടെ മുന്നിൽ നിന്ന് അയാൾ നേടിത്തന്നതിലെല്ലാം ഒരു വിശ്വാസമുണ്ടായിരുന്നു. എത്ര തോറ്റാലും എന്തെങ്കിലും ജയിക്കുമെന്ന വിശ്വാസം. അവഗണനയും പ്രായത്തെയും ബൂട്ടുകെട്ടി പരാജയപ്പെടുത്തിയ ആ വിശ്വാസത്തിൻ്റെ പേരായിരുന്നു സുനിൽ ഛേത്രി എന്ന്. ദ ലെജൻഡ്, ലീഡർ, ക്യാപ്റ്റൻ. അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഇപ്പോഴും സജീവമായി തുടരുന്ന താരങ്ങൾക്കിടയിലെ ടോപ്പ് സ്കോറർമാരുടെ ടോപ്പ് 3 റൊണാൾഡോയ്ക്കും മെസ്സിക്കും ഇടയിൽ ഒരൊറ്റയാണ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ, ലീഡർ, ലെജൻഡ് സുനിൽ ഛേത്രി. ഇന്ത്യക്കൊരു ഫുട്ബോൾ ചരിത്രം പറയാനുണ്ടെങ്കിൽ അതിൽ അയാളുടെ പങ്ക് മരതക കല്ല് പോൽ എന്നും തിളങ്ങി നിൽക്കും. പോർച്ചുഗീസുകാർക്ക് റൊണാൾഡോയുണ്ടെങ്കിൽ, റൊസാരിയോയിൽ മെസ്സി ഉണ്ടെങ്കിൽ, ഞങ്ങൾക്കുമുണ്ട് ഒരു ഇതിഹാസ നായകനെന്ന് ഞങ്ങൾ എന്നും വാഴ്ത്തിപ്പാടും. വേരുകൾ ഉറക്കില്ലെന്നുറപ്പിച്ച കാലഘട്ടം മുതൽ ഇന്ന് വരെയുള്ള ദിനങ്ങളിൽ അയാൾ സമ്മാനിച്ചത് അത്രയും പ്രതീക്ഷകൾ മാത്രമായിരുന്നു. നമ്മൾ ഓരോ കാൽപന്ത് ആരാധകനും ഒരുപോലെ സ്വപ്നം കാണുന്ന വേൾഡ് കപ്പ് വേദിയിലേക്കുള്ള നാളുകൾ അകലെയല്ല എന്നയാൾ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു. നിങ്ങളായിരുന്നു ഞങ്ങളുടെ ഹീറോ. ഞാനടക്കമുള്ള ഫുട്ബോൾ കളിക്കാർക്ക് ആ ഇന്ത്യൻ ജേഴ്സി അണിയാൻ പ്രേരണ നൽകിയത് നിങ്ങളായിരുന്നു. നടക്കില്ലെന്ന് പറയുമ്പോഴും ഒരിക്കൽ ആ വേൾഡ് കപ്പ് വേദിയിലേക്ക് നമ്മുടെ ഇന്ത്യയും പങ്കെടുക്കുമെന്ന വിശ്വാസം മൂട്ടിയുറപ്പിക്കുന്ന ചില നിമിഷങ്ങളുണ്ടായിരുന്നു. അതിലെ നായകൻ നിങ്ങൾ തന്നെയാണ്. പകരം വയ്ക്കാൻ അതിതിഹാസമായി ഇന്നും തളരാത്ത കാലുകളിൽ ഊർജം പകർന്ന് നിലയ്ക്കാതെ ഞങ്ങൾക്ക് വേണ്ടി നേടിത്തന്നതെല്ലാം ചരിത്രം തന്നെയായിരുന്നില്ലേ? ഒരിക്കൽ ആ ത്രിവർണ്ണ പതാക വേൾഡ് കപ്പിൻ്റെ വേദിയിൽ പാറിപ്പറക്കുമ്പോൾ അതിൽ നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങളുടെ വിയർപ്പ് തുള്ളികൾ തന്നെയാകും എന്നും ഞങ്ങൾ അത് ഓർക്കുകയും ചെയ്യും. ഏതൊരു പന്താട്ടക്കാരനെയും തളർത്തുന്ന ഒരു പ്രായമുണ്ട്. അതിൽ നിന്നുകൊണ്ട് മോഹങ്ങളേറെ ബാക്കി വെച്ചുകൊണ്ട് സുനിൽ ഛേത്രിയും വിരമിക്കുകയാണ്. നാളെ ഇന്ത്യൻ ഫുട്ബോളിന് നല്ലൊരു സമയമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ ഛേത്രി ഉണ്ടാകില്ല എന്നത് നിരാശയാണ്. എന്നാൽ ഇത്രയും നാൾ ഇന്ത്യൻ ഫുട്ബോളിന് ചരിത്രമുണ്ടായിരുന്നുവെങ്കിൽ, നിലനിൽപ്പുണ്ടായെങ്കിൽ അയാളില്ലാതെ അത് സംഭവിക്കില്ല എന്നും ഉറപ്പുണ്ട്. അയാൾ മിക്കപ്പോഴും ഒറ്റയ്ക്ക് ഒരു സൈന്യം തന്നെയായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എന്ന നിലയിൽ ഇപ്പോഴും ഇഷ്ടക്കേടുണ്ടെങ്കിലും ഛേത്രിയില്ലാതെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഇന്നും ഇന്നലെയും നാളെയും ഇതുപോലെ ആയിരുന്നിരിക്കില്ല എന്നതിനോടുള്ള ബഹുമാനം അയാൾ വിട പറയുന്ന നിമിഷത്തിലും വലിയൊരു നഷ്ടം സംഭവിച്ച അനുഭവം തരുന്നുണ്ട്. അയാളുടെ റെക്കോർഡുകളും പുരസ്കാരങ്ങളും ഇന്നത്തെ തലമുറയുടെ റോൾ മോഡലുകളുടെ കണക്കുകൾക്ക് പകരമാവില്ല. പക്ഷേ ഫുട്ബോളിനെ ഇന്നും അവഗണിക്കപ്പെടുന്ന ഈ രാജ്യത്തെ സാധാരണക്കാരൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് പകർന്ന മനുഷ്യനും റോൾ മോഡലും അയാൾ തന്നെയായിരുന്നു. നാളെ ഒരുപക്ഷെ ഇന്ത്യൻ ഫുട്ബോളിന് വളർച്ചയോ ഉയർച്ചയോ ഉണ്ടായിരിക്കാം. അതിൻ്റെ വിത്ത് പാകിയ ഈ മനുഷ്യനെ വരും തലമുറ മറക്കുമായിരിക്കാം. പക്ഷേ അയാളുടെ കാലഘട്ടം കണ്ട ഞങ്ങളുടെ ജനറേഷന് ആ നായകൻ്റെ നാമം ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഫുട്ബോൾ എന്ന കായികത്തിന് പുല്ലുവില കൊടുക്കുന്ന നാട്ടിൽ നിന്നും തളരാൻ കാത്തിരുന്ന പ്രായത്തെ പോലും വെല്ലുവിളിച്ച് ബൂട്ടുകെട്ടി ഞങ്ങളെപ്പോലെയുള്ള ആരാധകർക്ക് വേണ്ടി ലോകം വെട്ടിപ്പിടിക്കാൻ ഇറങ്ങിത്തിരിച്ച ഒരു പോരാട്ടക്കാരനായി ഞങ്ങളിന്നും ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിൽ നിങ്ങളെ ഓർത്തുവെക്കും. താങ്ക് യു ഛേത്രി. താങ്ക് യു ഫോർ എവറിത്തിങ്.
Blue Tigers. Watch it, absorb it, let it sink in.